അപ്പോൾ നമുക്കിന്ന് രസം വെക്കാം. രസത്തിന് ഒരു 3 ചെറിയ തക്കാളി ആണ് ആവശ്യം. പുളി ചേർക്കുന്നതുകൊണ്ട് അത്രയും മതി. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു 1/4 സ്പൂൺ ജീരകമാണ്. 1/4 സ്പൂൺ എന്ന് പറഞ്ഞാൽ ഇതേ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇങ്ങനത്തെ ഒരു സ്പൂണാണ് എടുക്കുന്നത്. അത് ടീസ്പൂണും ടേബിൾ സ്പൂണും അറിയാൻ മേലാത്തവരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ എന്ന് പറഞ്ഞാൽ 2 ഉണ്ട വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇത്രയുള്ള ചെറിയ കഷ്ണം 2 കഷ്ണം ഇഞ്ചി, ഒരു 1.5 സ്പൂൺ കുരുമുളക് ആണ് എടുത്തേക്കണത്. ഇതും ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒന്ന് ചതച്ചെടുക്കും. അപ്പോൾ ഇനി പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 സ്പൂൺ മുളക് പൊടി, അധികം എരിവില്ലാത്തതാണ് മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കായം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുളി പിഴിഞ്ഞ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ് ഇരിക്കുന്നത്. പുളിയൊക്കെ എല്ലാവരുടെയും ആവശ്യത്തിന് ചേർക്കുക. പുളി മുന്നിട്ട് നിൽക്കണം, എന്നാലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് ഇച്ചിരി മല്ലിയില ഇടാനുണ്ട്, അത് നമുക്ക് ലാസ്റ്റൊക്കെയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മൾ രസം ഉണ്ടാക്കാനായിട്ടുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മൾ എണ്ണ ചൂടാകുന്നുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മളതിൽ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ജീരകം ഇവയെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റണം. നന്നായിട്ടൊന്ന് മൂക്കണം. നന്നായിട്ട് മൂത്ത് വരണം, ഇല്ലെങ്കിൽ പച്ച ചുവ ഉണ്ടായെന്ന രസം ചീത്തയായി പോവും. പച്ച ചുവ വരാൻ പാടില്ല. നന്നായിട്ട് ബ്രൗൺ കളറാകണം, എന്നാലേ ഒരു ടേസ്റ്റ് വരുള്ളൂ. നമ്മളിത് വഴറ്റി നല്ലതായിട്ട് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടിയും കൂടെ ഇടും. ഇത് മഞ്ഞൾപ്പൊടി ഇടത്തില്ല കേട്ടോ, രസത്തിന് മഞ്ഞൾപ്പൊടി ഇടത്തില്ല. അത് ചിലരൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ രസത്തിന് ഇട്ടെന്നാൽ അതിൻ്റെ ടേസ്റ്റും മാറും, കളറും ഒക്കെ മാറിപ്പോവും. അപ്പോൾ പിന്നെ അതൊരു ഭംഗിയില്ല, കാണാനായിട്ട് ടേസ്റ്റും ഇല്ല. അപ്പോൾ ഇതിപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും മൂത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ഇതൊരു ബ്രൗൺ ഷെയ്ഡ് കണ്ടോ, അത്രയാവണം. അപ്പോൾ ഞാനിത് രാത്രിയാണ് എടുത്തേക്കണത്, അതുകൊണ്ട് നിങ്ങൾക്ക് കളറ് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ബ്രൗൺ ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റണം. കായം ഇപ്പം ഇടത്തില്ല കേട്ടോ, കായം ലാസ്റ്റാണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ മണമൊക്കെ പോകും, അതുകൊണ്ട് ലാസ്റ്റേ ഇടുകയുള്ളൂ. അപ്പോൾ അത് വഴറ്റി അതൊന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് അതിൻ്റെ പച്ചക്കുത്തൽ മാറണം. മല്ലിയുടെയും മുളകിൻ്റെയും പച്ചക്കുത്തൽ അങ്ങോട്ട് മാറുമ്പോൾ നമ്മളതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കും. അപ്പോൾ മുളക് പൊടി പിന്നെ കരിയത്തില്ല. അപ്പോൾ അത് തക്കാളി ഇടുവാണേ. അപ്പോൾ അത് മുട്ടപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ഇനി ഇതിൽ കിടന്നങ്ങ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റി ഇതങ്ങോട്ട് പേസ്റ്റ് വരുവാകണം. പേസ്റ്റ് വരുവായില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. പച്ചത്തക്കാളിയുടെ രുചിയായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. ഇത് പേസ്റ്റാണ്. ഇതിങ്ങനെ കുറച്ച് നേരം ഇനി ഇത് മൂടി വെച്ച് വേവിക്കും. വെള്ളമൊന്നും ഒഴിക്കത്തില്ല ഇപ്പം, ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ചാൽ പച്ചവെള്ളത്തിൽ തക്കാളി വെന്ത ടേസ്റ്റ് ആയിരിക്കും, അത് വരരുത്. അപ്പോൾ ഇതിനെ അങ്ങോട്ട് നമുക്ക് മൂടി വെക്കാം ഇനിയിപ്പം. അപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തക്കാളിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഒക്കെ വഴഞ്ഞ് തക്കാളിയൊക്കെ ഈ പരുവത്തിലാകണം. ഇങ്ങനെ നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കണം. ഇടയ്ക്കൊക്കെ ഞാൻ ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും.
ഇളക്കി കൊടുത്തേക്കണം. അത് ഞാൻ പറയാത്തത് അറിയാമല്ലോ അമ്മമാർക്കൊക്കെ. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ ഒഴിക്കാൻ പോണത് പുളിവെള്ളമാണ് ഒഴിക്കാൻ പോണത്. അതൊരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയുടെ വെള്ളമാണ്. പുളി വേണം, രസത്തിന് പുളി വേണം. എല്ലാവരും പറയല്ലേ രസം പുളിവെള്ളമാണെന്ന്, കളിയാക്കി പറയുമെങ്കിലും രസത്തിന് പുളിവെള്ളം വേണം, ആവശ്യത്തിന് വേണം. അപ്പോൾ ഞാനിപ്പോൾ വെക്കണത് ഒരു 6 ഗ്ലാസ് രസമാണ്. അപ്പോൾ ഒരു 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കണത്. 6 ഗ്ലാസ് രസം, അതാണ് കണക്ക്. നമ്മളിപ്പോൾ ഒരു 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. 6 ഗ്ലാസ് വെള്ളത്തിനുള്ളതാണ്. ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിടണം. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പിട്ടിട്ടില്ല, നമ്മൾ ഉപ്പിടണം. രസമൊക്കെ വെറുതെ കുടിക്കാൻ രസമാണിത്, നല്ല ടേസ്റ്റുള്ള രസമാണിത്. ഒത്തിരി കട്ടിയൊന്നുമില്ല, വെള്ളം പോലെ തന്നെയായിരിക്കണത്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ചൂടായി നല്ലതായിട്ട് രസം, വേറൊരു പ്രത്യേകതയുണ്ട് രസത്തിന്. രസം ഒരിക്കലും തിളപ്പിക്കാൻ പാടില്ല. തിളപ്പിച്ച് പോയാൽ ആ രസത്തിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. രസം എപ്പോഴും നല്ല തിളപ്പരുവാകാം, പക്ഷെ തിളപ്പിക്കാൻ പാടില്ല. തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സാധനവും, ഇതിൻ്റെ ഒറിജിനൽ മണവും ഗുണവും എല്ലാം പോവും. അപ്പം എല്ലാവരും ഈ രസം തിളപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കും, ഇതെങ്ങനെ തിളപ്പിച്ചാൽ പിന്നെ എന്തായിരിക്കും അതിൻ്റെ ഗുണമെന്ന്. അപ്പോൾ അതുകൊണ്ട് രസം തിളപ്പിക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഉപ്പൊക്കെ നോക്കിക്കൊള്ളണം, അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനാണ്. ഇതിങ്ങനെ ഇരിക്കണം രസമെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വെള്ളം പോലും ഇങ്ങനെ ഇരിക്കണം. ചിലരുടെ രസമൊക്കെ കട്ടിയായിട്ടൊക്കെ ഇരിക്കണ കാണാം. ആ രസമൊന്നും കഴിച്ചാൽ ഒരു രസവും കാണത്തില്ല. അപ്പോൾ ഇത് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മുടെ പരുവത്തിന് എരിവ് പാകം എല്ലാം പാകമാണിപ്പം. എരിവ് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ബാലൻസ് ചെയ്താണ് നിൽക്കുന്നത്, അല്ലാതെ ഒന്നും കൂടുതലില്ല. പിന്നെ ശർക്കര വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ, അതൊന്നും ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റേ പോയി. ചിലർ ശർക്കര വെള്ളമൊക്കെ ഒഴിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് കൂട്ടാണ്. ഇതിപ്പോൾ അത് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കായ ഇടുകയാണ് കേട്ടോ, ഇപ്പോഴാണ് കായ ഇടുന്നത്. നേരത്തെ ഇട്ട കായത്തിൻ്റെ മണമൊക്കെ പോവും, മണവും ആ ഒരു ടേസ്റ്റൊക്കെ പോവും. സാമ്പാർ വെക്കുമ്പോഴും നമ്മൾ ലാസ്റ്റല്ലേ കായ ഇടുന്നത്. ആദ്യം ഇച്ചിരി ഇട്ട് വേവിച്ചാലും കായം പിന്നെ ഇട്ട് കൊടുക്കും. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇടേണ്ടത് കുറച്ച് കറിവേപ്പില, പച്ച കറിവേപ്പിലയാണ്. ചൂടായി. പിന്നെ എനിക്ക് മല്ലിയില എൻ്റെ കയ്യിൽ മറ്റേ സാധാ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതാണ് ഇടുന്നത്. മൈസൂർ മല്ലിച്ചീരയാണ്, അതിൻ്റെ ഇലയാണ് ഞാൻ ഇടുന്നത്. ഇതുള്ളത് കൊണ്ടാണ് ഞാൻ മേടിക്കാഞ്ഞത്. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ അതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്കിടാം. ഒരില മതി, മറ്റേ ഇല മല്ലിയുടെ അത്രയുള്ള ഇലയൊന്നും ചേർക്കണ്ട, കാരണം ഇതിന് അതിനെക്കാട്ടിൽ പവർ കൂടുതലാണ്. അത് കാരണം കുറച്ചേ ഇടാവുള്ളൂ. ഒരിലയൊക്കെ ചേർക്കാം ഒരു രസത്തിന്. സാമ്പാർ വെച്ചാലും ഒരില അത്രയേ ഉള്ളൂ, കൂടുതൽ ഇടണ്ട. ഇട്ടാൽ ഒത്തിരി ടേസ്റ്റായി പോകും. അപ്പോൾ ഇതിപ്പോൾ കണ്ടാൽ രസം പാകമായി, നന്നായിട്ട് ചൂടായിട്ടുണ്ട് രസം. ഇങ്ങനെ ഒരു പത പോലെയൊക്കെ വരും. ആ സമയത്ത് നമ്മൾ നന്നായിട്ട് ചൂടാകുമ്പോൾ ഈ പതയൊക്കെ മാറും. മാറിയിട്ട് ഇപ്പോൾ എരിവ് പാകമാണ്, ഇതിൻ്റെ മസാലകളെല്ലാം ഇതിൻ്റെ പാകമാണ്, ഉപ്പ് പാകമാണ്, പുളി പാകമാണ്, എല്ലാ പാകമാണ്. ഇതൊന്നും കൂടി നിൽപ്പില്ല. ഇപ്പം ഞാൻ തന്ന അളവിലൊക്കെ തന്നെ ചെയ്ത് നോക്ക് രസം. ഇത് വെറുതെ വയറിന് നല്ലതാണ് കുടിക്കണത്, കാരണം ദഹനത്തിനും ഗ്യാസിനും ഒക്കെ നല്ലതാണ്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഇത് അധികം പണിയില്ലല്ലോ, വേഗം ആകുന്ന പണിയാണ്. ഇത് ഒരു കറിയായിട്ടൊക്കെ ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം. ഞാനൊക്കെ രസം ഒഴിച്ച് കഞ്ഞിയായിട്ട് കുടിക്കും. എന്നുവെച്ചാൽ രസം കൊണ്ട് തന്നെ കഞ്ഞിയാക്കും. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം, വേറെ ഒരു കറിയില്ലാതെ കുടിക്കാം. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റുള്ള സാധനമാണ് ഈ രസം. എല്ലാവർക്കും ഇഷ്ടമാണ് എൻ്റെ ഞാനുണ്ടാക്കുന്ന രസമൊക്കെ. എനിക്കിപ്പോൾ മെസ്സേജ് വന്നു, വാട്സപ്പിലാണ് മെസ്സേജ് ഇട്ടേക്കുന്നത് ഞാൻ വെക്കണ രസം ഇടാനായിട്ട്. അത് നല്ല ടേസ്റ്റാണ്, അതുകൊണ്ട് ആ രസവും ഇടുന്നുണ്ട്. ഇപ്പോൾ അതേ എല്ലാം പാകമായിട്ടുണ്ട്. അപ്പം നല്ലപോലെ ചൂടായി പാകമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത്രയും മതി, ചൂടായാൽ മതി. ഇതാണ് നമ്മുടെ രസം. കണ്ടോ, നല്ല ടേസ്റ്റുള്ള രസം.